പ്രകാശമേ മിഴി തുറക്കുക വേഗം. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വായനയ്ക്കായി സഹോദരൻ ഉദ്ദേശിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യേശു ശിഷ്യന്മാരോട് വിട പറയുകയാണ്. അവരെ അവരുടെ വീടുകളിൽ നിന്ന് വിളിച്ചിറക്കി കൂടെ കൊണ്ടുവന്നു. 3 വർഷം കൂടെ കൊണ്ടുവന്ന് എല്ലാം ഉപേക്ഷിച്ച് യേശുവിന് പിന്നാലെ അവർ ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ യേശു അവരിൽ നിന്ന് പോവുകയാണ്, എടുക്കപ്പെടുകയാണ് അതികഠിനമായ പീഡനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ. അപ്പോൾ എല്ലാം നഷ്ടപ്പെടുകയാണ്. അവർക്ക് അവരുടെ നാശം നഷ്ടപ്പെടുന്നു, ഭാവി ഇരുളടഞ്ഞതായി തീരുന്നു. എന്താ സംഭവിക്കുന്നത് അറിയില്ല. യേശു പറഞ്ഞ അവരോട് വലിയ പീഡനം ഉണ്ടാകാൻ പോകും. ഈ സാഹചര്യത്തിലാണ് യേശു പറയുക, അസ്വസ്ഥമാകേണ്ട. അസ്വസ്ഥമാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. നമ്മളോടും പറയുന്നതാണ്. ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് പ്രപഞ്ചത്തിലുണ്ടാകുന്ന ദുരിതങ്ങളാവാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ഹൃദയത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാകാം, എന്തുമാകട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും, സഭയിലും എല്ലായിടത്തും. പക്ഷേ യേശു പറയുന്നു, അസ്വസ്ഥമാകേണ്ട. ഉണ്ടായിരിക്കണമെങ്കിൽ 2 കാര്യം വേണം. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഓർക്കണം, ദൈവമാണ് എനിക്ക് ജീവൻ നൽകിയത്. ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ നാഥനാണ്, എൻ്റെ ഉടയവനാണ്, എൻ്റെ ഉറവിടമാണ്, എൻ്റെ ലക്ഷ്യമാണ്. യേശു എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ ഗുരുവാണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. വിശ്വസിക്കുക. എനിക്ക് ആവശ്യമുള്ളത് ഒരിക്കലും കുറവ് വരാൻ അനുവദിക്കുകയില്ല. യേശുവാണ് പറയുന്നത്, വിശ്വസിക്കുക, ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവം നമ്മളെ കാത്തുകൊള്ളും. ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം, അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം. ഭയം പലപ്പോഴും ഭാവിയിൽ ഉത്കണ്ഠ, ഒരുപാട് സമ്പത്ത് ശേഖരിക്കാനും മറ്റുള്ളവരെ വെറുക്കാനും ഒറ്റപ്പെട്ടു പോകാനൊക്കെ കാരണമായി തീരും. വേണ്ട. സൂര്യക്കൂട്ടുന്ന സമ്പത്തിലല്ല സുരക്ഷിതത്വം കണ്ടെത്തേണ്ടത്, പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലാണ്, വിശ്വാസത്തിൽ. അപ്പോൾ യേശുവിലുള്ള വിശ്വാസം നമുക്ക് ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാക്കും. അപ്പോൾ പരസ്പര സ്നേഹത്തിൽ, ഐക്യത്തിൽ വളരുമ്പോൾ ഒന്നിനും കുറവ് വരികയില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. ആ വിശ്വാസം നമുക്ക് നിൻ വഴിയേ